കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിൽ SFIക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിനെ ഒറ്റി എന്നാണ് ആരോപണം. KSU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂരിനെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. പരാതിയുടെ പകർപ്പ് 24-ന് കിട്ടി. അരുൺ പാറക്കൽ വിവരങ്ങളും വെച്ച് അരുൺ, വാക്പോര് തുടങ്ങിയിട്ട് കുറച്ച് ആയിരുന്നു. അത് എന്താണ്, സംഘടനാ നടപടികളിലേക്കും പരസ്യ പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോവാണോ? ഹാഷ്മി, പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂരിനെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. പരാതി നൽകിയിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കാണ്. പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയായ മാർട്ടിൻ എബ്രഹാമാണ്. ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിനെ ഒറ്റി എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ജില്ലാ സെക്രട്ടറി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ കോളേജിലേക്ക് പോകുമ്പോഴുമൊക്കെ SFI പ്രവർത്തകർ പിന്തുടരുന്നുണ്ടായിരുന്നു. അത് ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ പറഞ്ഞിട്ടാണെന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട UUCയെ അയക്കാതിരിക്കുന്നതിന് വേണ്ടി KSU ജില്ലാ പ്രസിഡന്റ് നോക്കി എന്നൊരു ആരോപണം കൂടി വരുന്നുണ്ട്. KSUവിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി മാർട്ടിൻ എബ്രഹാമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി പൂർണ്ണമായും വായിച്ചു നോക്കുമ്പോൾ SFIക്ക് അനുകൂലമായി KSU ജില്ലാ പ്രസിഡന്റ് നിലപാടെടുത്തു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പരാതി. ആ പരാതിയിൽ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പരാതി പരിശോധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ വിഷയം പരിശോധിക്കും. ജവാദ് പുത്തൂരിനോട് വിശദീകരണം തേടുമെന്നും മനസ്സിലാക്കുന്നു. ഹാഷ്മി, ജവാദ് പുത്തൂർ തന്നെ ഇരുന്നുണ്ട്. KSU ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ. ജവാദ്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ്? താങ്കൾ ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്നാണ് ആവശ്യം. മാറുമോ? അല്ല, തീർച്ചയായിട്ടും KSU MSF തമ്മിൽ അതുപോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഈ പറയപ്പെടുന്ന തരത്തിൽ ഇല്ല എന്നുള്ളത് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് തന്നെ വളരെ വ്യക്തമാക്കിയതാണ്. ചില ചാനലുകളിൽ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ആള് ആകാശ് തില്ലങ്കരിയുടെ കൂടെ, ഷുഹൈബിന്റെ ഘാതകനായിട്ടുള്ള ആകാശ് തില്ലങ്കരിയുടെ കൂടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് പാർട്ടി പുറത്താക്കിയ ആളാണ്. അയാൾ എന്തെങ്കിലും വായി തോന്നിയത് പറയുന്നതിന് മറുപടി പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിൽ SFIക്ക് വേണ്ടി ഒറ്റിയെന്നാ പറയുന്നത് യൂത്ത് കോൺഗ്രസ്. ജവാദ് ഒറ്റിയോ? അല്ല, കണ്ണൂർ സർവകലാശാല ഇലക്ഷനില് അതിനെ നേരിടേണ്ടത് KSUവും MSFും ആണ്. അതിൽ യൂത്ത് കോൺഗ്രസുകാർ വഹിക്കേണ്ട പങ്ക് എന്ന് പറയുന്നത് അത് KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും MSFിനെയും സഹായിക്കുക എന്നുള്ളതാണ്. അതിന് പകരം അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും യൂത്ത് കോൺഗ്രസുകാർ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. അതേപോലെ KSUവിന്റെ 4 UUCമാരിൽ 3 UUCമാരും വോട്ട് ചെയ്തിട്ട് കൂടിയാണ് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കാസർഗോഡ് ജില്ലാ നമ്മൾ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിങ്ങൾക്കെതിരെ MSF പരാതി പറയുന്നു, യൂത്ത് കോൺഗ്രസ് പരാതി പറയുന്നു. എല്ലാവരും അങ്ങനെ പരാതി പറയുമ്പോൾ എന്തോ ഒന്നും ഉണ്ടാവില്ലേ ജവാദെ? അല്ല, MSF അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് താഹ തങ്ങൾ ചേരൂര് പിന്നെ ജില്ലാ കമ്മിറ്റി പരാതി കൊടുത്തത് പിന്നെന്തിനാ? അല്ല, അങ്ങനെ ഒരു പരാതി ഇല്ല എന്ന് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആകാശത്ത് കിടക്കുന്ന ഒരു വാർത്തയ്ക്ക് നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ ഹാഷ്മി. അപ്പോൾ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സത്യസാധ്യത വിള്ളലൊന്നും ഇല്ല എന്നാ പറയുന്നത്? അല്ല, എന്തെങ്കിലും ചെറിയ തെറ്റിദ്ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ മുന്നണിക്കകത്ത് പരിഹരിക്കണമെന്ന് അതിന്റെ മുന്നണി നേതൃത്വത്തോട് ഔദ്യോഗികമായി തന്നെ KSU ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അരുൺ പാറക്കൽ തുടരുന്നു. അരുൺ, അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ പ്രശ്നപരിഹാരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ടോ, അതോ നമ്മളോടിപ്പോൾ സംസാരിച്ച് ജവാദിനെ മാറ്റണം എന്ന നിലപാടിൽ യൂത്ത് കോൺഗ്രസ് നിൽക്കുകയാണോ? പരിഹാരത്തിനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പരാതി ഇത് അവസാനമായി നമുക്ക് ലഭിച്ചതാണ്. അതിനു മുൻപ് KSU പരാതി നൽകിയിട്ടുണ്ട്, അതിനു മുൻപ് MSFും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മുന്നണിയിൽ വലിയ തർക്കമുണ്ട്. മുന്നണിയിൽ മാത്രമല്ല, പാർട്ടിക്കകത്ത് തന്നെ വലിയ തർക്കമുണ്ടെന്ന് നമുക്ക് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്നലെ KSU ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ തന്നെ KPCC അധ്യക്ഷനും PK കുഞ്ഞാലിക്കുട്ടിക്കും അടൂർ പ്രകാശിനും ഉൾപ്പെടെ പരാതി നൽകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത് MSFിനെതിരെയായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. പരാതിയിലൊക്കെ തന്നെ പറയുന്നത് കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട SFIക്ക് വേണ്ടി KSU ജില്ലാ പ്രസിഡന്റ് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ കാര്യം MSFും ആരോപിച്ചു. അങ്ങനെ MSFിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ KSU ജില്ലാ പ്രസിഡന്റിനെതിരെ വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്.
അത് ചൂണ്ടിക്കാട്ടിയായിരുന്നു KSUവിന്റെ ഇന്നലത്തെ പരാതി ഉണ്ടായത്. ഇന്ന് അതേ പരാതികൾ തന്നെ വീണ്ടും ചൂണ്ടിക്കാട്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയും പരാതി നൽകുന്നു. അപ്പോൾ ആ പരാതിയിലൊക്കെ തന്നെ അടിസ്ഥാനമുണ്ട്, ഇല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ അടിസ്ഥാനമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ പരിഹാര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഹാഷ്മി, ഓക്കെ, അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജവാദ് സംസാരിക്കുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.